കേരളത്തിൽ മദ്യനിർമ്മാണം വർദ്ധിപ്പിക്കണമെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ്. മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയണമെന്നും സംസ്ഥാനത്ത് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണമെന്നും മന്ത്രി. പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടായാലും അത് പരിഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും എം.ബി. രാജേഷ് കൂട്ടിച്ചേർത്തു. എം.ബി. രാജേഷിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു തുള്ളി സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആകെ നടക്കുന്നത് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങുമാണ് നടക്കുന്നത്. ഇപ്പൊ നിലവിൽ 9 ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടകയിൽ നിന്ന്, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിവിടെ ഉണ്ടാക്കാമല്ലോ നമുക്ക്. ഇപ്പൊ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന ആവശ്യം വരുമ്പോൾ മാത്രം ചില തടസ്സങ്ങൾ ഉയർന്നു വരുന്ന സ്ഥിതിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതൊന്നും പലതും സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ളതല്ല, സ്ഥാപിത താല്പര്യത്തോടു കൂടിയിട്ടുള്ളതാണ്. അത് തുറന്നു പറയാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എലപ്പുള്ളിയിലെ ബ്രൂവറി ഫാക്ടറിയുടെ കാര്യത്തിൽ വളരെ കൃത്യമായ പ്രാദേശിക എതിർപ്പ് അവിടുത്തെ CPM പ്രവർത്തകർക്ക് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് പോകാമെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. വിവരങ്ങൾ. പാലക്കാട് നടന്ന എക്സൈസിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി എം.ബി. രാജേഷ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. സംസ്ഥാനത്തിന് ആവശ്യമായ സ്പിരിറ്റ് ഇപ്പോൾ ലഭിക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് സ്വന്തമായിട്ട് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. 9 ഡിസ്റ്റിലറികൾ ഉണ്ടായിട്ടും അതിലൊന്നും തന്നെ ഒരു തുള്ളി പോലും സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇതിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ അത് ചില സ്ഥാപിത താല്പര്യക്കാരാണ് അത്തരത്തിൽ പ്രതിഷേധവും മറ്റുമൊക്കെയായി മുന്നോട്ട് വരുന്നത് എന്നും മന്ത്രി പറയുകയുണ്ടായി. അതുകൂടാതെ മദ്യനയം 5 വർഷത്തേക്ക് വേണമെന്നും മന്ത്രി എം.ബി. രാജേഷ് പറയുകയുണ്ടായി. സംസ്ഥാനത്തിൻ്റെ മദ്യനയം 5 വർഷത്തേക്കാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. നിലവിൽ ഓരോ വർഷത്തിനുമാണ് മദ്യനയം രൂപീകരിക്കുന്നത്. ഇത് മദ്യനിർമ്മാണ വ്യവസായത്തെ ബാധിക്കുന്നുണ്ട്. ദീർഘകാല മദ്യനയം ഇല്ലാത്തതിനാൽ വ്യവസായികൾ കേരളത്തിൽ വരാൻ മടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യനയം അടുത്ത 5 വർഷം മാറുമോ എന്നതാണ് വ്യവസായികളുടെ ആശങ്ക. ഇത് പരിഹരിക്കാൻ ദീർഘകാല മദ്യനയം വേണമെന്നും ദീർഘകാല മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നും മന്ത്രി പറയുകയുണ്ടായി. ഇതുകൂടാതെ തദ്ദേശീയമായി മദ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നും കേരളത്തിൽ മദ്യനിർമ്മാണം വർദ്ധിപ്പിക്കണമെന്ന് കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം എന്നുൾപ്പെടെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്പിരിറ്റ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം, അതിനുവേണ്ടി കൂടുതൽ സ്പിരിറ്റ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ വേണമെന്നുള്ളതാണ്. മറ്റൊന്ന്, മദ്യ ഉൽപ്പാദനശാലകളും കൂടുതൽ വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്, കൂടുതൽ വേണം എന്നതാണ് മന്ത്രി പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് മദ്യനയത്തിൽ തന്നെ മാറ്റം വരുത്തണം. ഈ 1 വർഷത്തേക്ക് എന്നുള്ളത് അത് 5 വർഷമാക്കി മാറ്റണം എന്നുൾപ്പെടെയാണ്. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.